കോപ്പിയടി ആരോപണങ്ങൾ അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും അങ്ങനെ കോപ്പിയടി സംഭവങ്ങൾ അധികം വരാറില്ലെങ്കിലും വരും. അത് സ്വാഭാവികമാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഒരു സിംഗർ എസ്റ്റാബ്ലിഷ്ഡ് ആവണമെങ്കിൽ ഒരു മേജർ ഒരു ഹിറ്റ് സോങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വോയിസ് വീണ്ടും വീണ്ടും റെക്കഗ്നൈസ് ചെയ്യുക. സൗണ്ട് ഇപ്പം നമ്മുടെ ഫിലിം മ്യൂസിക്കിലാണ് ആക്ച്വലി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്പേസ് കുറവായിരുന്നത് ഒരു സമയത്ത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം മാറിയിട്ടുണ്ട്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു അത് നമ്മുടെ സർവൈവലിന്റെ ഭാഗമാണ്. ചില ആൾക്കാർക്ക് സെൽഫിഷ്നെസ് കാണിക്കുന്ന വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സർവൈവലിന് നമ്മൾ അത്രയും സെൽഫിഷ് ആയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂ. ഒരു മാസം ഒരു മിനിമം ഒരു 10 ദിവസം അതിനകത്തുനിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ കൂടുതൽ ആക്ടിവിറ്റീസിലോട്ട് പോകാതെ ഒന്ന് കുറച്ചൊരു അത് എല്ലാ മാസവും അത് ശ്രദ്ധിക്കാറുണ്ട് ഒരു 10 ദിവസം. മ്യൂസീഷ്യൻസിന് തന്നെയാണ് ആ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ പെയിൻ അനുഭവിക്കേണ്ടത്. ക്രിയേഷനാണെങ്കിലും ആസ്വാദനത്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു മ്യൂസിക് എത്രമാത്രം അറിയാമെന്നുള്ളവരെ പെട്ടെന്ന് നമുക്ക് കരയിപ്പിക്കാൻ പറ്റും. കന്നഡയിൽ ഗൗരിയാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ജാവദ് അലി, കൈലാഷ് ഖേർ അങ്ങനെയുള്ളൊരു കോംബോ പാടിയിട്ടുണ്ട്. അതിപ്പം അടുത്ത ആഴ്ച തന്നെ ഓഡിയോ റിലീസ് ഉണ്ട്. ജാസ്റ്റിന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ചോദിച്ചാൽ അത് ഏതായിരിക്കും? ഒരു നിമിഷം ചോദിച്ചാൽ എനിക്ക് സാർ മൂവി വാഗ്ദാനം ചെയ്ത ആ ദിവസം തന്നെയാണ് അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ദിവസം. അഴകാലിലെ മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇത്രയും നനച്ചിരിക്കാത്ത ഇങ്ങനെ കുറേ സൗഭാഗ്യങ്ങൾ ജാസ്ചേട്ടൻ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഓരോരോ ഇത്ര നല്ല നല്ല ഓരോരോ നിമിഷങ്ങൾ ലൈഫിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അതിനെല്ലാം ജാസ്ചേട്ടൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാർഡ് വർക്ക് ആണോ അതോ അതിന്റെ പിന്നിൽ അത് ഭാഗ്യമാണോ? സിനിമയിൽ എല്ലാവരും പറയുന്നത് പോലെ ഇത് രണ്ടിന്റെയും ആവശ്യം ഉണ്ട്. എന്നാലും ജാസ്ചേട്ടന് സ്വയം തോന്നുന്നത് ഇതിൽ ഏതാ കൂടുതലും? അതിനെക്കാട്ടിലും ഈ രണ്ടും പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇഷ്ടങ്ങളുടെ ഒരു അളവ് പോലെ ഭയങ്കരമാണ്. നമ്മൾ എത്രമാത്രം മ്യൂസിക്കിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഉള്ളതിൻ്റെ ഒരു പേ ബാക്കായിട്ട് ഞാൻ എപ്പോഴും ഇത് സ്വീകരിക്കാറുണ്ട്. അത്രയും മ്യൂസിക് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ മനസ്സിൽ പണ്ടുള്ള ഇഷ്ടങ്ങളുടെ ഒരു തിരിച്ചുവരവായിട്ടാണ് എനിക്ക് ഈ ഭാഗ്യങ്ങൾ തോന്നിയിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ സിനിമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഒരു ജോലിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇത് ഒത്തിരി പേര് കേട്ട് അപ്പീൽ ചെയ്യണം, ഇഷ്ടപ്പെടണം. പടം സോങ് ഇറങ്ങുന്ന സമയമാണെങ്കിലും സിനിമ നമ്മളെ സഹായിക്കണം. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേരുമ്പോൾ ആണ് സിനിമ പാട്ടിൻ്റെ ഒരു ടോട്ടാലിറ്റി വരുന്നത്. അപ്പം അതിന് എല്ലാ ഘടകങ്ങളും ആവശ്യമായിട്ട് തന്നെയുണ്ട്. കാര്യം നല്ല പാട്ട് സിനിമ നല്ലതല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ശരിയാണ്. അല്ല എന്നാലും ചിലത് സിനിമ ശ്രദ്ധിക്കുന്നത് തന്നെ പാട്ടിലൂടെയാണ്, അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. സിനിമ അറിഞ്ഞുകൂടാത്ത പാട്ടുകളാണ് നമ്മൾ ഒത്തിരി പാടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നു. ഇതിനിടയിൽ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന വേറൊരു കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കൊച്ചിയിൽ ആ കോവിഡിന്റെ സമയത്ത് എന്തോ ആയിരുന്നു, കരുണ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അന്ന് കമ്പോസേഴ്സ് മെലഡി, അന്ന് അവിടെ നിങ്ങൾ ഓരോ മ്യൂസീഷ്യൻസും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് വലിയ പാടിയൊരുത് അത് പലരും പാടി. നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ഓരോ പാട്ടുകൾ ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ പാടി വന്നിട്ട് ഏകദേശം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൽഫോൻസ് ചേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസി ചേട്ടൻ പാടിയപ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന അവിടെ നിന്ന് ആ ഒരു കംപ്ലീറ്റ് ക്രൗഡ് ആയിക്കോട്ടെ, കൂടെ സ്റ്റേജിലുള്ളവർ, ആ വൈബ് കംപ്ലീറ്റ് അങ്ങ് മാറി. ആ ഷോ തന്നെ അവിടുന്ന് വേറൊരു രീതിയിലേക്ക് ജാസി ചേട്ടൻ ടേക്ക് ഓഫ് ചെയ്യുക ചെയ്തത്. അതെങ്ങനെ ആ ഒരു ഇത് എങ്ങനെ ജാസിയുടെ ആ ഒരു ടച്ച് എന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെ ജാസിയുടെ സംഭവിക്കണേ? പാട്ട് യഥാർത്ഥത്തിൽ അറിയില്ല. പാട്ട് ക്രിയേറ്റ് ചെയ്ത ആള് പാടുമ്പോഴാണ് അതിന്റെ ഒരു ശരിക്കുള്ളത്. ചില പാട്ടുകൾ ഇപ്പം വലിയ വലിയ സിംഗേഴ്സ് എന്ന് പറയുമ്പോഴേ അറിയാലോ, നമ്മുടെ പാട്ടിനെക്കാളിലും ഇനി ഒരു 100% അതിനകത്ത് വരുമെങ്കിലും പാട്ട് പാടുന്ന ആള് പാടുമ്പോഴത്തേക്ക് അതിന്
വേറൊരു ഫീല് തന്നെ ഫീലുണ്ട്. അത് തന്നെയാണ് അതിൽ എക്സ്പ്രഷൻ ആയിട്ട് എല്ലാവരും ജാസ്റ്റിൻ കണ്ടത്. അങ്ങ് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് എന്നതിനെ ആ പാട്ടങ്ങ് അശ്വാരൂഢത്തിലെ പാട്ടിലായിരുന്നു പാടിയത്. എനിക്കൊന്ന് ആ പാട്ട് കൂടെ നമുക്ക് എന്തായാലും പാടാം. അശ്വാരൂഢം എന്ന് പറഞ്ഞപ്പോ അത് നമ്മുടെ സുരേഷ് ഏട്ടന്റെ പാട്ടല്ലേ, അപ്പൊ നമുക്കിത് സുരേഷ് ഏട്ടന് വേണ്ടിട്ട്, സുരേഷ് ഗോപിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് ഇപ്പൊ സുരേഷ് ഏട്ടൻ ജയിച്ച് നിൽക്കുന്ന, സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കൂടെ പാടാം അതുമായിട്ട് കണക്ട് ചെയ്ത്. അഴകാലില മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ അഴകാലില മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ജാസ്റ്റിയാണ് തോന്നി അന്ന് ആ ഷോ ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ ജാസ്റ്റിയാണ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷോയുടെ ഫീൽ അങ്ങ് മാറിയത്? ഇല്ല, നമുക്ക് ആക്ച്വലി ഇത് വീഡിയോയിൽ വന്നതിന് ശേഷമാണ് അത് മനസ്സിലായത് അല്ലേ? എല്ലാരും പെട്ടെന്ന് ജാസ്റ്റിയാണ് ഇപ്പൊ പാടി ആ ഇമ്പാക്ട് ഉണ്ടല്ലോ, മൈക്ക് അങ്ങ് എടുത്തിട്ട് അഴക ആ പറയുമ്പോ തന്നെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആ സംഭവം. അത് ഞാൻ ഈ പറയുന്ന പോലെ നേരത്തെ നമ്മുടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിന്റെ വലിയൊരു സഹായമാണ്. ആ പാട്ടും ഇപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇപ്പം പാടുന്നുണ്ട് ഞങ്ങളുടെ കോൺസേർട്ടിലെല്ലാം. ഓക്കെ, ഇനി നമ്മൾ പാട്ടുകളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള തൂവെള്ള, അത് എനിക്ക് കേൾക്കണം. തൂവെള്ള അതും കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല ചന്ദനത്തിൻ കുളിരുപോലെ അന്തരങ്കിൽ രാഗം പോലെ അലക്കടലൊളിയോരം പോരും സ്നേഹപ്പുന്നാരപ്പൂർണേന്തുവോ തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. താങ്ക് യു. അവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാട്ട് ജാസ്റ്റിയാണ് ഇങ്ങനെ പാടിത്തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം ജാസ്റ്റിയാടാ. ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോ ഇവിടെ ജാസ്റ്റിയാണ് അടുത്തിടയ്ക്കായിട്ട് ഓരോരുത്തരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഇപ്പൊ കുറെ ആയിട്ട് ജാസ്റ്റിയാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസ് ഒക്കെ കാണിക്കാം. ആ ഫോട്ടോ എടുക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. യെസ്, തിരുമേനിയായിട്ട് യഥാർത്ഥത്തിൽ കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴൊരു പാട്ടിന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം രണ്ടാമത്തെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം അടുത്തതാണ്. ഇത് ഞങ്ങൾ US ട്രിപ്പ് അനുവായിട്ട് പോയത്. ഞങ്ങൾ 4-5 സ്റ്റേജ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡാൻസ് പ്ലസ് മ്യൂസിക് ഒരു സെഷൻ അതിന്റെ സമയത്തെടുത്തു. റംസാനും ഞങ്ങളും ഒരു 2K കാലി എന്ന് വെച്ചാൽ ഞങ്ങൾ UK ഒരു കൊളാബ് ആൽബം അതിന്റെ ഒരു വർക്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഔസേബൻ സാറിന്റെ ഒരു റിലീസാകാൻ പോകുന്ന ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് അതിന്റെ റെക്കോർഡിങ്. പാടിയിട്ടുണ്ട്. ഭാവനജിയുടെ ഇപ്പോഴത്തെ പടം കന്നഡ റിലീസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഞാൻ മ്യൂസിക്കാണ്. ഇത് അതിന്റെ പൂജ ഫംഗ്ഷൻ എടുത്ത പടം കന്നഡ ബാംഗ്ലൂരിൽ വെച്ചിട്ട്. ഷെയ്ൻ ആക്ച്വലി അദ്ദേഹം ഫിലിമിൽ വരുന്നതിന് മുമ്പേ അഭിചേട്ടനുമായിട്ടൊക്കെ ഞങ്ങൾ ബോംബെയിൽ ഒത്തിരി ഷോ ചെയ്തിട്ടുണ്ട്. അന്ന് അത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴും ആദർശേട്ടന്റെ അവിടെ മോളുടെ കല്യാണത്തിന് വെച്ചെടുത്ത ഫോട്ടോയാണ്. കഴിഞ്ഞു. അപ്പൊ എല്ലാ ഫോട്ടോയും എല്ലാം കറക്റ്റ് ഓർമ്മയുണ്ട്, എവിടെ എടുത്തു, എങ്ങനെ എടുത്തു, എല്ലാം നല്ല ഓർമ്മകളുണ്ട്. ഓക്കെ, ശരി. ഇനി ഞാൻ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്, അതായത് പീപ്പിൾസ് ചോയ്സ്. ഇതെന്ന് പറഞ്ഞത് നമ്മുടെ കുറച്ച് പേരുടെ അടുത്ത് നമ്മളിങ്ങനെ ഒരു സർവേ പോലെ നടത്തി. അപ്പൊ അതിൽ നിന്നും ഞാൻ ആൾക്കാരുടെ പേരും വായിക്കാം. അവര് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ജാസ്റ്റിയാണ് വരാൻ പോണത് എന്ന് പറഞ്ഞപ്പം അവർക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് എന്നിലൂടെ അവർ ചോദിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ചേർത്തലയിൽ നിന്നുള്ള അജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെയാണ്.
ജാസി സാറിന്റെ ക്ലാസിക്കൽ സോങ് എത്രത്തോളം റെഡി ടു എക്സ്പെക്ട് ആണ്? എന്നത്തേക്കായിരിക്കും ജാസി ചേട്ടൻ്റെ ഒരു ക്ലാസിക്കൽ സോങ് വരാൻ പോണേന്ന്? ഞങ്ങൾ ആക്ച്വലി 1-2 കൊളാബ് ഇപ്പോഴും ആക്ച്വലി ഓൺ പ്രോസസ്സിലാണ്. അത് അങ്ങനത്തെ ഒരു അത് ഞാൻ ആക്ച്വലി അതിന്റെ ഫുള്ള് എനിക്ക് പറയാനുള്ള പറ്റില്ല. പക്ഷെ അത് അണ്ടർ വർക്കിലാണ്. വരാൻ പോകുന്നുണ്ട്. ക്ലാസിക്കൽ ആണോ? പ്യൂർ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അറിയാലോ, ഒരു ക്രോസ് കൾച്ചറാണ്. ഇപ്പൊ 2 ജോണർ ഒരുമിച്ചുള്ളതാണ്. അപ്പൊ അതിപ്പം ജാസും അങ്ങനെയുള്ള ഒരു, അത് ആക്ച്വലി ഞാനല്ല കമ്പോസർ, വേറെയാണ്, ഓൺ പ്രോസസ്സാണ് നടക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഈ ജാസ് ചേട്ടൻ ചെറുപ്പം മുതലേ മ്യൂസിക് ബാൻഡുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരുന്നു. ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റൽ സൈഡിലാണെങ്കിലും വോക്കലിലൊക്കെ ആണെങ്കിലും കൂടുതൽ പഠിച്ചല്ലോ. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നു. ഇതിന് ശേഷം ഈ പഠനം വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നോക്കുമോ? വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് ക്ലാസിക്കലി ഞങ്ങളുടെ ചന്ദ്രബാബു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തൊരു ചേട്ടനുണ്ട്. ഓൺലൈൻ എല്ലാ ആഴ്ചയും ഉണ്ട്, ക്ലാസ് ഉണ്ട്, പഠിക്കുന്നുണ്ട്. ഓ ഗ്രേറ്റ്, വളരെ നല്ലൊരു ഇത് അല്ലേ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സംഭവം. ഓക്കെ, ഇന്നത്തെ കാലത്ത് സിംഗേഴ്സിന് ഒരു ഐഡന്റിറ്റി കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രണവ് മലപ്പുറം. സിംഗേഴ്സിൻ്റെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ഒരു സിംഗർ എസ്റ്റാബ്ലിഷ്ഡ് ആവണമെങ്കിൽ ഒരു മേജർ ഒരു ഹിറ്റ് സോങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വോയിസ് വീണ്ടും വീണ്ടും റെക്കഗ്നൈസ് ചെയ്യുക. അങ്ങനെ ഒരു അടുപ്പിച്ചടുപ്പിച്ച് 4 സോങ്സ് വരുന്നത് കുറയുന്നതുകൊണ്ടാണെന്ന് തോന്നി. ഇപ്പോൾ കൂടുതൽ പേരും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു വോയിസ് ടെക്സ്ചറിലോട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജാസ് ചേട്ടൻ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ജാസ് ചേട്ടൻ്റെ ശബ്ദവും അവിടെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. കമ്പോസിങ് പോലെ തന്നെയാണ് ജാസ് ചേട്ടൻ്റെ ശബ്ദത്തിലൂടെ ഒരു പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു വേറിട്ട് നിൽക്കുന്ന ആ ഒരു ശബ്ദ എന്താ പറയുക സൗന്ദര്യം, അതിനെങ്ങനെ ജാസ് ചേട്ടൻ അതെങ്ങനെയാ? അത് സൗണ്ട് ഇപ്പം നമ്മുടെ ഫിലിം മ്യൂസിക്കിലാണ് ആക്ച്വലി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്പേസ് കുറവായിരുന്നത് ഒരു സമയത്ത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എല്ലാം മാറിയിട്ടുണ്ട്. കാലഘട്ടം മാറുമ്പോഴത്തേക്ക് ആവശ്യങ്ങൾ മാറുന്നുണ്ട്, എക്സ്പ്രഷൻ സ്റ്റൈല് വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സമയം ഈ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നിന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ സോങ്ങുകളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും അറിയാമല്ലോ, ഒരു ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പാട്ടും സിനിമയിലും ഒക്കെ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരി, എല്ലാവരും പറയുന്നുണ്ടല്ലോ നില്ല ശരിക്കും നില്ല ഇത്രയും ഹിറ്റ് ആകുമെന്ന് സർ വിചാരിച്ചിരുന്നോ? തൃശ്ശൂരിൽ നിന്ന് അമൽ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചതാണ്. ഇല്ല, അത് യഥാർത്ഥത്തില് റെയിൻ കമ്മഗൈൻ ഇറങ്ങിയ സമയത്ത് നില്ല് പോപ്പുലർ ആയില്ല. അന്ന് തെമ്മാടിക്കാറ്റ് കുറച്ച് പോപ്പുലർ ആയിരുന്നു. പക്ഷെ അതിനുശേഷം റീൽസിൽ കൂടെയാണ് ഈ നില്ല് അങ്ങനെ ഇതായതല്ലേ. അടുത്തതും തൃശ്ശൂർ എന്നുള്ള ഒരാൾ തന്നെയാണ്, ബിജിത്ത് എന്ന പേര്. സർ, റിയാലിറ്റി ഷോകളിൽ വളർത്തുന്ന ഗായകർക്ക് അവസരങ്ങൾ കുറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇപ്പോഴത്തെ സിംഗേഴ്സ് എല്ലാവരും വലിയ ടാലൻറ്റഡ് ആണ്. ഇപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് എല്ലാ വർഷവും ഇങ്ങനെ ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ മെയിൻ സ്ട്രീമിലോട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് അങ്ങനത്തെ സോങ്സ് വരണം. ഒരു സിംഗർ ആണെങ്കിൽ അങ്ങനത്തെ സോങ്സ് വന്നാൽ മാത്രമേ അവർക്ക് ഒരു പാർട്ടിൽ സർവൈവൽ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉള്ളത് കാരണം തന്നെ എല്ലാവർക്കും സ്വയം ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധിക്കപ്പെടാമല്ലോ. അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ പാരലായിട്ട് വരുന്നുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഈ കോമ്പറ്റീഷൻ ഇപ്പോൾ ഒരു വർഷത്തെ ഇത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷവും ഇത്രയും ഗ്രൂപ്പ് വെളിയിൽ ഇറങ്ങുന്നുണ്ടെന്നുള്ളതിന് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള അവസരങ്ങളുടെ ഒരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് സാറിൻ്റെ പേരിൽ കോപ്പിയടി ആരോപണങ്ങൾ വന്നുപെട്ടിട്ടുള്ളത്? ശരത് എരമല്ലൂർ. കോപ്പിയടി ആരോപണങ്ങൾ അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും അങ്ങനെ കോപ്പിയടി സംഭവങ്ങൾ അധികം വരാറില്ലെങ്കിലും വരും. അത് സ്വാഭാവികമാണ്. കാര്യം ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൗണ്ട് സാമ്പിൾസ് യൂസ് ചെയ്യാം. സൗണ്ട് സാമ്പിൾ ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ ആരെ പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി തന്ന സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയും റീജിയണൊക്കെ ഒന്നായി പോകാം. അങ്ങനെ ചിലപ്പോൾ നമുക്കൊരു കോപ്പിയടി ആയിട്ട് വരും. അല്ലാതെ സ്ട്രെയിറ്റ് മാക്സിമം കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പാട്ടിന്റെ ഇൻസ്പിറേഷൻ അതുപോലെ ചെയ്ത് അങ്ങനെയൊക്കെ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാം വേണ്ടേ? അതെ. അപ്പൊ ആ സെഗ്മെന്റ് കഴിഞ്ഞു കേട്ടോ. അടുത്ത സെഗ്മെന്റ് എന്തെങ്കിലും കഴിച്ചു ക്ഷീണം വരണ്ട. കുട്ടിക്ക് ക്ഷീണമാവണം. കുട്ടിക്ക് ക്ഷീണമാവാൻ പാടില്ല. ഈ ജാസ് ചേട്ടൻ പാട്ടുകാരൊക്കെ നോക്കുന്ന പോലത്തെ ഫുഡ് ഐറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ജാസ് ചേട്ടൻ നോക്കാറുണ്ടോ?
പ്രിഫറബിളി വെജാണ് ഓ ഇപ്പോഴും. ഓ അങ്ങനെ തണുത്തത് അങ്ങനെ ഇത് നോക്കാറുണ്ട്, ഇപ്പം നോക്കാറുണ്ട്. ആണല്ലേ? ഓക്കെ. അതെന്താ ഇപ്പൊ നോക്കുന്നത്? ഇപ്പൊ ജാസി ചാനലിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ തിരിച്ചറിവ് എന്താ മകനെ ഇത്ര വൈകി വന്നത്? പണ്ട് യങ് ആയിരുന്നില്ലേ? ഓ അതുകൊണ്ട് ഇപ്പൊ പ്രായം ചെന്നത് കൊണ്ട് കുറച്ച് ബോധമൊക്കെ വന്നു. ഇപ്പൊ ഒരുപാട് ഷോസും സ്റ്റേജ് ഷോസ് ഒരുപാട് കൺട്രീസിൽ ഇങ്ങനെ മാറി 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 ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇപ്പോൾ മൂവീസിലേക്കും ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു. അങ്ങനെ തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? അടുത്ത ലൈഫ് കാർഡ്സ് ആണ്. ഇതൊക്കെ ഒരു ലൈഫ് കാർഡ്സ് ആണ്. ഇതിൽ ഓരോരോ കാർഡും ഇങ്ങനെ മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാർഡിലും ഓരോരോ കാര്യങ്ങളുണ്ട്, ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ നമ്മളും. അതെല്ലാം ജാസ് ചേട്ടൻ തന്നെ ഒന്ന് വായിച്ചിട്ട് അതിനോടൊരു എക്സ്പ്ലനേഷൻ കൂടെ തരാം. അതായത് ഒന്ന് വായിച്ചിട്ട് നമുക്കത് ഉണ്ടോ ഇല്ല എന്ന് പറയണം. അല്ല, അതെ, അതിനെക്കുറിച്ച് എന്താ ജാസ് ചേട്ടന്റെ ഒരു ഇത് പറഞ്ഞാൽ മതി, കാഴ്ചപ്പാട് എന്താണ് അതിനെക്കുറിച്ച്. തുടങ്ങാം. ആദ്യം സെൽഫിഷ് പീപ്പിൾ അറൗണ്ട് അസ്. അത് ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും സെൽഫിഷ് ആയിട്ടുള്ള അത് നമ്മുടെ സർവൈവലിൻ്റെ ഭാഗമാണ്. ചില ആൾക്കാർക്ക് സെൽഫിഷ്നെസ് കാണിക്കുന്നത് വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സർവൈവലിന് നമ്മൾ അത്രയും സെൽഫിഷ് ആയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ആൾക്കാർക്കത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ബ്രോഡ് മൈൻഡഡ് ആവണം എന്ന് ചിന്തിക്കാനും നമ്മൾ പാടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സെൽഫിഷ് പീപ്പിൾ ആർ ദേർ. ഹാപ്പിനെസ് ഈസ് മാൻഡേറ്ററി. അത് ഒരു നമ്മൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെയാണ് എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാസ്റ്റാണ് സന്തോഷം കൂടുതൽ സന്തോഷം തോന്നാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ജാസ്റ്റാണ് തന്നെ ഒരു ഹാപ്പി മൂഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ട് കേൾക്കുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് ഹാപ്പിനെസ്സിലോട്ട് വരാം. പിന്നെ കൂടുതലും കൂട്ടങ്ങളിൽ നിന്ന് മാറി കുറച്ച് സമയം ഇരിക്കുക വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ആണോ? ഒറ്റയ്ക്കിരിക്കാൻ അങ്ങനെ ഒരു സംഭവത്തിലോട്ടൊക്കെ ഇടയ്ക്ക് പോകാറോട്ടെ. താങ്ക് യു. അത് കാരണം ഞാൻ എല്ലാ മാസവും ഒരു 7-10 ദിവസം ഞാൻ സോഷ്യൽ മീഡിയ നിന്ന് ഉൾവലിയും ചൂടുണ്ട് കേട്ടോ. താങ്ക് യു. ചൂടുണ്ട്. അങ്ങനെ ഞാൻ അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കും ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഒരു മാസം ഒരു മിനിമം ഒരു 10 ദിവസം അതിനകത്തൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് സോഷ്യൽ മീഡിയ. അതെന്താ അതിൽ നിന്ന് എല്ലാ ഇതുപോലത്തെ അതെന്താ അതിൽ അത്രയും സ്ട്രെയിൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മളൊരു എന്താണ് കൂടുതൽ ആക്ടിവിറ്റീസിലോട്ട് പോവാതെ ഒന്ന് കുറച്ചൊരു അത് എല്ലാ മാസവും അത് ശ്രദ്ധിക്കാറുണ്ട് ഒരു 10 ദിവസത്തോളം. ആണല്ലേ? ആ 10 ദിവസം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന ടൈം ആണോ, അങ്ങനെയാണോ, അതോ നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ? നോർമൽ ലൈഫിൽ ഒരു 10 ദിവസം മാറ്റി വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. കുറ്റപ്പെടുത്തലുകൾ ഇൻഡസ്ട്രിയുടെ തന്നെ ഭാഗമാണ്. ഇൻഡസ്ട്രിയുടെയും മ്യൂസിക്കിൻ്റെയും പബ്ലിക് ആവുന്നതിൻ്റെ ഒരു ഭാഗം എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ സ്വാഭാവികമായിട്ടും കാണാം. നമുക്കിപ്പോൾ പ്രത്യക്ഷമായിട്ട് ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എനിക്കും ഇല്ല, അത് ആർക്കും തോന്നില്ല. നമ്മളങ്ങനെ ഒരു മൾട്ടിപ്പിളായിട്ടുള്ള ആൾക്കാർ വസിക്കുന്ന സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തലുകൾ കാണും. നമ്മളത് പക്ഷേ ജാസ് ചേട്ടൻ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജാസ് ചേട്ടനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ജാസ് ചേട്ടൻ അതെല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? ഒന്നും അധികം അങ്ങനെ മനസ്സിലേക്ക് അങ്ങനെ എടുത്ത് വിഷമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്ന ഒരു ആളല്ല. മാക്സിമം അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഏറ്റുപിടിക്കാൻ നിന്നാൽ പിന്നെ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ മനസ്സിനെ ബോൾഡാക്കുക, അതിനു വേണ്ടിയിട്ട് മനസ്സിനെ പക്വതപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അറിയാലോ, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവവും ക്യാരക്ടറൊക്കെയാണ്. അപ്പം എന്താണ് തീരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് വെറുതെ. ഓക്കെ, ശരി. അടുത്തത് ലോൺലിനെസ്. ലോൺലിനെസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പക്ഷേ ജാസ് ചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലോൺലിനെസ് തീർച്ചയായിട്ടും നമ്മുടെ എനർജി ബൂസ്റ്റേഴ്സിന്റെ. ഈ ഒറ്റപ്പെട്ടിരിക്കാന്ന് പറയുമ്പോഴും അപ്പോഴും അതെ വേറെ ഏതെങ്കിലും സ്ഥലം മാറിയിരിക്കാനാണോ അതോ സ്വന്തം വീട്ടിൽ തന്നെയാണോ? അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് ശരി നമ്മൾ എന്താണ് നമ്മുടെ റൂട്ടീൻ അതിനകത്ത് നമ്മളൊരു ലോൺലിനെസ് പോലെ ഒരു സംഭവത്തിലോട്ട് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം
ബാക്കിയുള്ള ഇതിനകത്തുനിന്ന് ഒന്ന് ഉൾവലിഞ്ഞിട്ട് നമ്മൾ ആ സമയത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിൽ പ്രെയർ ആവാം, ഇല്ലെങ്കിൽ വായനയുടെ ബാക്കി ഭാഗങ്ങളാകാം. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് നാൾ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ആവാം, അങ്ങനെയൊക്കെ ആവാം. നമ്മളതൊന്നും പറയാൻ ആളല്ലെങ്കിലും അല്ല, എന്നാലും അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മൾ അറിവ് ഷെയർ ചെയ്യണത് മറ്റുള്ളവർക്കും. ഓക്കെ. പെയിൻ ഓഫ് മ്യൂസിക്. പെയിൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സബ്ജക്റ്റാണ്. പെയിൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസീഷ്യൻസിന് തന്നെയാണ് ആ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ പെയിൻ അനുഭവിക്കേണ്ടത്. ക്രിയേഷൻ ആണെങ്കിലും ആസ്വാദനത്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു മ്യൂസിക് എത്രമാത്രം അറിയാമെന്നുള്ളവരെ പെട്ടെന്ന് നമുക്ക് കരയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു പാട്ടിൻ്റെ ഒരു 5 സെക്കൻഡൊക്കെ കേട്ടാൽ മതി, നമ്മൾ പെട്ടെന്ന് വേറെ സോണിലോട്ട് പോകാൻ പറ്റും. അത് മ്യൂസിക്കിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അത് മ്യൂസിക് അത്രയും കേട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും. അല്ലേ, ഞാനൊരു കാര്യം അതിനോട് രീതി ചോദിച്ചോട്ടെ, കണക്ട് ചെയ്ത്. ജാസ് ചേട്ടൻ പാടുകയും ചെയ്യും, ഒപ്പം പാട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്, സൃഷ്ടിക്കുന്ന ഒരാളാണ് മ്യൂസിക്. ഇതിൽ ഏതാണ് ജാസ് ചേട്ടന് കൂടുതലും ഒരു തൃപ്തി തരുന്നത്? ഫിലിം മ്യൂസിക് കമ്പോസിങ് ഇന്നത്തെ സമയത്ത് യഥാർത്ഥത്തിൽ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലോട്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ടൈം ഈസ് വെരി കോസ്റ്റ്ലി. അത് കറക്റ്റാണ്. ഈ സമയത്തിന് ഒരു നിർബന്ധപൂർവം സമയപരിധിക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇപ്പം സിനിമാ സങ്കല്പം അങ്ങനെയാണല്ലോ. അപ്പം ചില സമയം നമ്മൾ അതിന് കമ്പോസ് ചെയ്യുന്നതും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് വരണമെന്നില്ല. അത് കാരണമല്ല എന്താണ് മാറിപ്പോക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ടൈം വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുന്നത് അതിനൊരു ആവശ്യം ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. പണ്ടില്ലായിരുന്നെങ്കിലും ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞു, ലൈഫ് കാർഡ്സ് കഴിഞ്ഞു. എത്ര മാർക്ക്? കഴിഞ്ഞു, ഫുൾ മാർക്ക്. താങ്ക് യു. ഇവിടുന്ന് കൊട്ടക്കണക്കിന് മാർക്കും കൊണ്ടാണ് ജാസ് ചേട്ടൻ പോകാൻ പോണത്. ഇനി അടുത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ താളിയോല ഒരു ഗ്രന്ഥമാണ്. ഇതിനകത്ത് ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. ജാസ് ചേട്ടൻ അത് ഉറക്കെ വായിക്കരുത്. നമ്മുടെ ഈ അടുത്ത ഈ നമ്മുടെ പ്രോഗ്രാമിൽ വരാൻ പോകുന്ന ഇതേപോലെ ജാസ് ചേട്ടൻ്റെ പോലെ അവിടെ ഇരിക്കാൻ പോകുന്ന ആളുടെ പേരാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്താണ് ജാസ് ചേട്ടൻ എന്താണ് മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിവിടെ എഴുതാം. ആളാരെന്നില്ലേ? അതുകൊണ്ട് പേരെഴുതിയിട്ടുണ്ട്. ഉറക്കെ പറയണ്ടെന്നുള്ളതേ ഉള്ളൂ, നമ്മുടെ പ്രേക്ഷകർക്കൊരു സസ്പെൻസ്. എഴുതിയാ അത് മതി. അല്ലല്ല, തരണ്ട, ബുക്ക് അവിടെ വെച്ചോ. അതിൽ ആ ലെഫ്റ്റ് സൈഡിൽ ഇനി ഒരു കാര്യം കൂടെ എഴുതാനുണ്ട്. അതും കൂടെ അതിലവിടെ എഴുതാൻ പോകേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അതിലേക്ക് തൊട്ട് മുന്നേ ഞാൻ വരുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം ജാസ് ചേട്ടൻ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 10-20 മോർ ദാൻ 20 years അല്ലേ? ഇത്ര ആയിട്ടുണ്ടാവില്ലേ? അപ്പം എത്രയോ ആർട്ടിസ്റ്റുകളെ, അത് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ആക്ടേഴ്സ് സൈഡിലാണെങ്കിലും എത്രയോ പേരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ലാംഗ്വേജസിലും. അതിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധം ജാസ് ചേട്ടൻ ആരോടെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധം എന്ന് പറയണെങ്കിൽ ആരെങ്കിലും ഈ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും പറയാൻ. ഒന്നെങ്കിൽ ആക്ടേഴ്സ്, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിലോ, അല്ലെങ്കിൽ സിംഗേഴ്സിലോ, എങ്ങനെയാണെങ്കിലും ഒരുപാട്. അതെനിക്ക് തോന്നുന്നു അന്നും ഇന്നും ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നതും ആത്മബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ജയരാജ് സാറ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തലവരം മാറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ പേരാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലോ? മ്യൂസിക് ഡയറക്ടേഴ്സ് യഥാർത്ഥത്തിൽ എല്ലാവരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു പേര് നെയിം ഡ്രോപ്പ് മാത്രം പറയാൻ പറ്റില്ല. ഓക്കെ, ശരി. ഇനി ആ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നിട്ട് ജാസ് ചേട്ടൻ എത്രത്തോളം നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഓൺ 5 1 സ്റ്റാർ ആണോ, 2 stars ആണോ, 5 stars എത്ര വേണമെങ്കിലും ജാസ് ചേട്ടൻ അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ട് നമുക്ക് ഒന്ന് റേറ്റിംഗ് ചെയ്യൂ നമ്മുടെ പ്രോഗ്രാമിനെ. എത്രയോ ഇന്റർവ്യൂസ് ജാസ് ചേട്ടൻ കൊടുത്തോണ്ടേ ഇരിക്കുന്നു. എത്രയോ ലാംഗ്വേജസിലൊക്കെ പോകുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോയിൽ വന്നിട്ട് ജാസ് ചേട്ടൻ എത്രത്തോളം? ഞാൻ 5 സ്റ്റാർ തന്നു. 5 സ്റ്റാർ വിട്ടു തന്നോ? 5 സ്റ്റാർ വിട്ടു. താങ്ക് യു സോ മച്ച്. ഫുൾ മാർക്ക് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണോ? അത് ഞാൻ ജാസ് ചേട്ടന്റെ ഫുൾ മാർക്ക് തന്നോണ്ടാണോ? അതുകൊണ്ടല്ല, വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണ് ഈ
കുറെ എന്തോ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ സാധനം അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടു. അത് നല്ലതായിരുന്നു, നല്ല ജാസ്റ്റിയുടെ മനസ്സ് പ്രായം ചെല്ലും തോറും ഭയങ്കര യൂത്ത് യങ്ങായി വരികയാണല്ലോ. ക്വസ്റ്റ്യൻസ് നല്ലതായിരുന്നു. ആ. പിന്നെ ഒരു സാർ രമ്യയെ കുറെ നാൾക്ക് ശേഷം കാണാൻ പറ്റി. പിന്നെ അവിടെ ആ സ്ക്രീനിൽ ചെയ്ത ആ സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇനി ഇതിനകത്ത് ആക്ച്വലി നമുക്ക് കുറെ സർപ്രൈസസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ആക്ച്വലി നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത്. ഇന്നിപ്പോ നമ്മുടെ ജാസ്റ്റിയാണ്ടും തിരക്കുള്ള സമയമാണ്, അധികം സമയം ഇരിക്കുക, അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ ലെങ്തി ആവും ഷോയെ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത്ര ലേറ്റ് നൈറ്റ് വൈലേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനെ കുറെ ഗസ്റ്റ് എൻട്രീസ്, സർപ്രൈസസ് ഓഡിയോയിലൂടെ വരും, വീഡിയോയിലൂടെ വരും, നേരിട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഉടനെ ചെയ്യാം. ഇനി ജാസ്റ്റിയേട്ടന്റെ വരാൻ പോകുന്ന പ്രൊജക്ടിനെ കുറിച്ചും കൂടെ പറയൂ. കന്നഡയിൽ ഗൗരിയാണ് ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ജാവദലി, കൈലാഷ് കീർ അങ്ങനെയുള്ളൊരു കോംബോ പാടിയിട്ടുണ്ട്. അതിപ്പം അടുത്ത ആഴ്ച തന്നെ ഓഡിയോ റിലീസ് ഉണ്ട്. ബാക്കി 2-3 പടങ്ങളായി നടക്കുന്നേ ഉള്ളൂ, പ്രൊഡക്ഷൻ നമ്പർ ആയിട്ടുള്ളൂ, പേര് പറയാനായിട്ടില്ല. ഓക്കെ, ശരി. ബോളിവുഡിലേക്കും ചെയ്യണമെന്നൊരു താല്പര്യവും ആഗ്രഹവും? ബോളിവുഡിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പാടി, മീൻസ് അമിത് ത്രിവേദിക്കൊക്കെ വേണ്ടി ഞാനൊരു 3 പാട്ട് കന്നഡയിലും പാടിയിട്ടുണ്ട്. അല്ല, അവിടെ ജാസ്റ്റിയുടെ കോമ്പസിഷൻ വരണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ? അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ആയിട്ടുള്ള വ്യത്യാസങ്ങളല്ലാതെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് സോങ്സ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സർപ്രൈസ് ഫാക്ടേഴ്സ് ഉടനെ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആളിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ UK-യിൽ നിന്ന ആളാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ കൊച്ചിയിൽ ഇരിക്കുന്നത്. നാളെ അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പറക്കാൻ പോകണം. അങ്ങനെ തിരക്കിട്ട രീതിയിൽ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന്. എനിക്ക് ജാസ്റ്റിയാണ് അന്ന് മുതൽ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു ഗ്രോത്തും ഇതും ജാസ്റ്റിനെ കാണുമ്പോഴും ആ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഈ ഒരു പേഴ്സണാലിറ്റിയോടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ജാസ്റ്റിയേട്ടാ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഹാപ്പിനെസ് ക്യാമ്പയിനിൽ ഇന്ന് നമ്മളോടൊപ്പം ജാസി ഗിഫ്റ്റ്. ജാസ്റ്റിയുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ചോദിച്ചാൽ അത് ഏതായിരിക്കും? ഒരു നിമിഷം ചോദിച്ചാൽ എനിക്ക് സാർ മൂവി വാഗ്ദാനം ചെയ്ത ആ ദിവസം തന്നെയാണ് അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ദിവസം. ഓക്കെ, അതിന്റെയാണ് ഇപ്പോഴും ആ ജയരാജ് സാറിനോടുള്ള ആ ഒരു കടപ്പാടും നന്ദിയും സ്നേഹവും എല്ലാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങളിവിടെ ഏർലി മോർണിംഗ് മിഡ് നൈറ്റ് ഒക്കെയാണ്. അപ്പൊ ഗുഡ് നൈറ്റ് പറയണോ അതായത് ഗുഡ് മോർണിംഗ് പറയണോ എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് അല്ലെ. എന്തായാലും ഇങ്ങനത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ സമയം തന്നതിന് താങ്ക് യു. ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് നല്ല സർപ്രൈസസ് ഞങ്ങൾക്ക് തരാൻ പോണു എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നല്ല സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ജസ്റ്റ് കീപ് ഗോയിങ്, കീപ് ഓൺ ഗോയിങ് കേട്ടോ. താങ്ക് യു. ബൈ ബൈ.